ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിടിലം അപ്ഡേഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതാണ്, ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് 50,000 മുതൽ 3 ലക്ഷം വരെ കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വൈഡ് റേഞ്ചിൽ ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിൽ പല ആൾക്കാരും, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാനലിലുള്ള ഏകദേശം ഒരു 60% ആൾക്കാരും പലതരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചെറിയ ഷോപ്പുകൾ, കിരാന ഷോപ്പുകൾ, അങ്ങനെ എന്തെങ്കിലും, പിന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ്, അങ്ങനെ പല പല ബിസിനസ്സും കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ബിസിനസ് ലോൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതൊരു ബിസിനസ് ലോൺ ആണോ, ആണ്, അല്ലേ അല്ല എന്ന രീതിയിലാണ് ഇത് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ബിസിനസ് ലോൺ ചെല്ലുന്ന സമയത്ത് അവർ എന്തെല്ലാം ഡോക്യുമെന്റ് ആണ് ചോദിക്കുന്നത് നമുക്കറിയാം. ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ അതുപോലെ തന്നെ ലൈസൻസ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ITR, GST, പിന്നെ പിന്നെ ITR, ഓഡിറ്റഡ് ITR വേണം എന്നൊക്കെ പറഞ്ഞ് പല പല നൂലാമലകളും പറഞ്ഞാണ് നമുക്ക് അവസാനം സിബിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എമൗണ്ട് ലോൺ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ചെറുകിട കച്ചവടക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം മുത്തൂറ്റുകാർ അല്ലെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസ് ചെയ്യുന്ന ഒരു ലോൺ ഫെസിലിറ്റിയാണ് ക്ലിക്ക് പേ ബിസിനസ് ലോൺ. വളരെ സിമ്പിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഒരു മീഡിയം സിബിൽ സ്കോറിൽ കിട്ടാവുന്ന കിടിലം ലോണാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനവർ പറയുന്ന ചെറിയ എലിജിബിലിറ്റീസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ 23 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരായിരിക്കണം. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി, സെൽഫ് എംപ്ലോയീസിന് കിട്ടും, MSME രജിസ്ട്രേഷൻ ഉള്ളവർക്ക് കിട്ടും, അതായത് മീഡിയം സ്മോൾ സ്കെയിൽ എംപ്ലോയീസിന് കിട്ടും, പിന്നെ ഷോപ്പ് കീപ്പേഴ്സിന് കിട്ടും, ട്രേഡേഴ്സിന് കിട്ടും. മിനിമം ബിസിനസ് വിൻറ്റേജ് 12 മാസമെങ്കിലും വേണം. നിങ്ങൾ ബിസിനസ് തുടങ്ങി മിനിമം 12 മാസമെങ്കിലും ആയവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മിനിമം മന്ത്ലി ടേൺ ഓവർ 30,000 രൂപ വേണം. നിങ്ങളുടെ ബാങ്കിൽ 30,000 രൂപ മാസം ഡെബിറ്റോ ക്രെഡിറ്റോ അങ്ങനെ 30,000 രൂപ മാസവും കാണിക്കണം. ഓക്കെ, ഇനി പ്രൊപ്പറേറ്റർഷിപ്പിനും കിട്ടും, ഇൻഡിവിജ്വൽ ബിസിനസ് ഓണേഴ്സിന് കിട്ടും. ചില ബിസിനസ് ലോണൊക്കെ നമുക്ക് ഈ ഇൻഡിവിജ്വൽ ബിസിനസ് ഓണേഴ്സ് ഒന്നും കിട്ടത്തില്ല. അതെല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷെ ഇവിടെ രീതികൾ വളരെ സിമ്പിൾ ആണ്. ഇനി ഡോക്യുമെന്റ് വേണ്ടത് ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ. അത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അക്ഷയയിൽ ഉദ്യം രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അക്ഷയയിൽ പോയാൽ കിട്ടും. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ 3 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. അത് അവരുടെ നിങ്ങളുടെ എലിജിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്ത് അവർ ചോദിക്കും. പിന്നെ ബിസിനസിന്റെ പ്രൂഫായിട്ട് അവർ ചോദിക്കുന്നതാണ് ഷോപ്പിന്റെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ബോർഡ്, അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഫോട്ടോ. ഇതാണ് അവർ ചോദിക്കുന്നത് ബിസിനസ് പ്രൂഫായിട്ട്. വളരെ സിമ്പിൾ. സിബിൽ സ്കോർ വേണ്ടത് 650 ആണ്. എൻ്റെ അറിവിൽ വളരെ ലളിതമായി കിട്ടുന്ന, നമുക്ക് അത്യാവശ്യമായിട്ട് ലോൺ കിട്ടുന്ന ഒരു കിടിലം ഓപ്ഷനാണിത്. സെയിം ഡേ തന്നെ ഡിസ്പേഴ്സൽ എന്നാണ് അവർ പറയുന്നത്. എൻ്റെ അറിവിൽ ഒരു 100 പേര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെയിം ഡേ ഡിസ്പേഴ്സൽ ആയിരിക്കുന്നത് ഒരു 10 പേർക്ക് മാത്രമേ ആകുകയുള്ളൂ. അത് പരസ്യത്തിന് വേണ്ടി അവർ പറയുന്നതായിരിക്കാം. പക്ഷേ പിറ്റേ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബിസിനസ് സംബന്ധമായ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി, ഈ ഒരു ബിസിനസ് ലോൺ ഫെസിലിറ്റി 100% ആപ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന് ഒരു കൊളാറ്ററലോ ഗ്യാരണ്ടറോ അങ്ങനെ ആരും തന്നെ വേണ്ട. വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ തന്നെ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് അറിയാലോ അതൊക്കെ, OTP കൊടുത്ത് പാൻ കാർഡ് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ്, ഇപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ അതുണ്ടെങ്കിൽ ഉദ്യം ആധാർ കൊടുക്കണം. അങ്ങനെ കാര്യങ്ങളാണ് നിങ്ങളുടെ. അപ്പോൾ സിസ്റ്റം ഫെച്ച് ചെയ്യും നിങ്ങളുടെ പാൻ കാർഡും ഉദ്യം ഡീറ്റെയിൽസും എല്ലാം സിസ്റ്റം ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലോൺ ഓഫർ അവിടെ കാണിക്കും. ഇപ്പോൾ 50,000 ആണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ 50,000, അല്ലെങ്കിൽ യു ആർ എലിജിബിൾ അപ് ടു 3 lakhs അവിടെ കാണിക്കും. പിന്നെ നിങ്ങൾക്ക് എലിജിബിൾ ഹയർ ലിമിറ്റ്സ് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 3-ൽ കൂടുതൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പോൾ അവിടെ 3 ലക്ഷത്തിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം വേണം. 3 ലക്ഷം വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി. എന്താണ്? ഈ 3 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നിങ്ങളുടെ കടയുടെ സ്റ്റോക്കിന്റെ ഒരു ഫോട്ടോ മാത്രം മതി, നിങ്ങൾക്ക് ലോൺ കിട്ടും. മുത്തൂറ്റ് ഫിനാൻസ് ആണ്, RBI അപ്രൂവ്ഡ് ആണ്. നമുക്ക് തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. ഒരു മീഡിയം സിബിൽ ഉണ്ടായാൽ മതി. ഓക്കെ, പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് 2% ആണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്.
അതുപോലെ തന്നെ കാലാവധി 6 മാസം മുതൽ 24 മാസം വരെ ഇതിന് നിങ്ങൾക്ക് കാലാവധി കിട്ടും. ബിസിനസ് നടത്തുന്നവർക്ക് ഇത് 100% ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്യൂട്ടബിൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.